ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയാണ് പാലിൽ വിഷം ചേർത്ത് ദേവയാനിക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, അനാമികയും രേവതിയും ഒക്കെ കൂടി. അതുപോലെ തന്നെ ദേവയാനിക്ക് നയനയോടുള്ള ദേഷ്യം ഇരട്ടിയായിട്ടുമുണ്ട്. എന്നാൽ ഇതിനൊക്കെ ശേഷം വീട്ടിലെത്തിക്കഴിയുമ്പോൾ നയനയോട് ഒരുപാട് ഉപദ്രവം നയനയ്ക്ക് ചെയ്യുന്നുണ്ട് ദേവയാനി. അങ്ങനെ ഇരിക്കുമ്പം മുത്തശ്ശൻ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ആ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും മറക്കല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ അനാമിക. നന്ദുവായിട്ട് വഴക്കുണ്ടാക്കി നന്ദുവിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നന്ദുവാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞൊക്കെയാണ് അവിടുന്ന് പോയിരിക്കുന്നത്. നയനയെ സംബന്ധിച്ച് ഇത് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി അനാമിക നയനയുടെ മുമ്പിലേക്ക് വരുന്നത്. എടി കള്ളി, നീ വിഷം കലയ്ക്ക് പാല് കൊടുത്തിട്ട് ഇവിടെ കാവൽ നിൽക്കുകയാണല്ലേ, മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയാം, അനാമികെ ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കരുത് എന്ന് പറയാൻ. ബഹളം വച്ചാൽ നീ എന്ത് ചെയ്യും? അനിയത്തിയെ കൂട്ടിക്കൊടുക്കാൻ വിട്ടിട്ട് നീയും കാവൽ നിൽക്കുകയാണല്ലേ. നിൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ഭർത്താവ് അനിയെ കാണാനായിട്ട്. അല്ലാതെ എന്തിനാണ് അവൾ വന്നത്? വല്യമ്മയെ കാണാൻ വന്നതാ? അതിനെല്ലാം കൂട്ടല്ലേടി നീ പറഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്, ആ ബന്ധം വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ. അപ്പം നയനയ്ക്ക് നല്ല ദേഷ്യം വരെയാണ്. നയന പറയാണ്, അനാമികെ ഇത് ആശുപത്രിയായി പോയി, ഇല്ലെങ്കിൽ നിൻ്റെ കരണം ഞാൻ അടിച്ചു പുകച്ചാൻ. പാടി കരണം അടിച്ചു പുകയ്ക്കാൻ നീ വാ എന്ന് പറയാണ് അനാമിക. അപ്പം നയന പറയാണ്, അനാമികെ ഇവിടെ ഈ സ്ഥലത്ത് ഒരുപാട് രോഗികളൊക്കെ ഉള്ളതാണ്, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. പക്ഷെ നിൻ്റെ നാക്കടക്കി വെച്ചോ, ഇല്ലെങ്കിൽ നിനക്ക് ഇതിനുള്ള പണി നന്നായിട്ട് വരും. നന്ദു തന്നെ നിന്നെ അടിച്ച് മൂലയെ കൂട്ടും, അത് നീ ഓർത്തോണം എന്ന് പറയാണ്. അനാമിക പോവുകയാണ് കേട്ടോ. അതിനുശേഷം ആദർശനോടായിട്ട് നയന പറയാണ്, എന്താ ആദർശമായിട്ടാണ് ഇവളിങ്ങനെ, അനിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഹോ, എന്തൊരു കഷ്ടമാണ്, ഒരു സമാധാനവും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുകയാണ്. അതിനൊക്കെ ശേഷം നന്ദു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദു ചെല്ലുന്നത് കാണുമ്പോഴേ കനക ഓടി വരികയാണ്. എങ്ങനെയുണ്ട് മോളെ ദേവയാനിക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ നന്ദു ആകെ വിഷമത്തിലാണ് കേട്ടോ. അപ്പം ഉടനെ കനകൻ ചോദിക്കുക, എന്താ മോളെ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ? നീ ചെന്നപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതോ ദേവയാനിയുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും? അതൊന്നും അല്ലമ്മേ, വല്യമ്മയുടെ അവസ്ഥ അതുപോലൊക്കെ തന്നെയാണ്. ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞു, ബ്ലഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. നയനേടത്തെയാണ് ബ്ലഡ് കൊടുത്തത്. അത് വല്യമ്മയ്ക്ക് അറിയില്ല. അറിഞ്ഞാൽ വല്യമ്മ ഇത് സ്വീകരിക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് അവരതൊന്നും പറഞ്ഞിട്ടില്ല. ആ, എന്തായാലും രക്ഷപ്പെട്ടല്ലോ ദേവയാനി, അത് മതി എന്ന് പറയാം. പിന്നെ എന്താ നിൻ്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നതെന്ന് കനക ചോദിക്കുക. അപ്പോൾ നന്ദു പറയാണ്, അത് അവിടെ കുറച്ച് പ്രശ്നമുണ്ടായി. ആ അനാമിക എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവൾ അവിടെ ഉണ്ടായിരുന്നു. അവൾ എന്നോട് വല്ലാതെ മോശമായിട്ട് പെരുമാറി. ഓ, അവളുണ്ടായിരുന്നു അവിടെ? അതെ, ഞാൻ അവളുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചല്ല അങ്ങോട്ട് ചെന്നത്. ഞാൻ ചെല്ലുമ്പോൾ നയനടുത്തി ആദർശേട്ടനും അവിടെ ഇല്ലായിരുന്നു. അനി ഉണ്ടായിരുന്നു. അനിയോട് സംസാരിച്ച് നിന്നപ്പോഴാണ് അനാമിക കയറി വരുന്നത്. അത് മതി പിന്നെ അവൾക്ക് എന്തെല്ലാവാ പറഞ്ഞതെന്ന് അവൾക്ക് തന്നെ വെളിവില്ല. ഹോസ്പിറ്റലിൽ കിടന്ന ഒച്ചയെടുത്തതിന് ഡോക്ടർ ഞങ്ങളെ വഴക്ക് പറയുകയും ചെയ്തു. എൻ്റെ മോളെ, എന്തിനാ നീ ഈ പ്രശ്നത്തിലൊക്കെ പോകുന്നത്? നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ടായിരുന്നല്ലോ. എന്തായി എന്നറിയാൻ നയനയിടത്തേക്ക് അവിടെ കാണുമെന്ന് വിചാരിച്ചോ ഞാൻ പോയത്. എന്നിട്ട് വല്യമ്മയെ പോലും കാണാതെ ഞാനിങ്ങ് പോന്നു. അതുപോലുള്ള വാക്കുകളാണ് ആ അനാമിക പറഞ്ഞത്. അതുപോലെ തന്നെ അമ്മേ, ചേച്ചിയാണ് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. വല്യമ്മയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അനാമികയും അവളുടെ അമ്മയും എല്ലാം കൂടി തെറ്റിദ്ധരിപ്പിച്ച് വച്ചിരിക്കുക വല്യമ്മയെ. അപ്പോൾ എൻ്റെ മോളെ എന്താ ഈ പറയുന്നത്? അതെ, പാലിൽ വിഷം ചേർത്ത് കലക്കി വെച്ച ചേച്ചിയാണെന്നും നവ്യേച്ചിക്ക് കൊടുക്കാനുണ്ടായിരുന്ന പാലാണ്, അത് വല്യമ്മ കുടിക്കുമെന്നറിഞ്ഞ് ചേച്ചി വിഷം ചേർത്തതാണ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. എന്തായാലും എത്രയൊക്കെ ഉപകാരം ചെയ്താലും നയനേടത്തിയുടെ മേൽ തന്നെയാണ് അമ്മേ കുറ്റങ്ങളൊക്കെ. അതുകൊണ്ടായിരിക്കും അച്ഛൻ വിഷമിച്ച് വന്നത് അവിടെ പോയിട്ട്. അപ്പോൾ കനക പറയുക, എൻ്റെ ദൈവമേ, എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചതാ. നവിയും അബിയും കൂടെ വന്നപ്പോൾ എല്ലാം ശരിയായല്ലോ എന്ന് ഞാൻ ഓർത്തതാ. ഇപ്പോൾ ദേ ഇങ്ങനെ ആയല്ലോ. എന്താ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ കനകം. അതേസമയം ദേവയാനിയുടെ അസുഖമൊക്കെ മാറുകയാണ് കേട്ടോ. ദേവയാനിയുടെ അസുഖം മാറി ദേവയാനിയെ ഡിസ്ചാർജ് ചെയ്യാണ്. അങ്ങനെ അനന്തപുരിയിലേക്ക് ദേവയാനിയെ കൊണ്ട് പോവാണ് കേട്ടോ. ആദർശും നയനിയും ഒക്കെയുണ്ട്. അവിടെ ചെന്ന് കയറുമ്പോഴേ തന്നെ നമ്മുടെ അനാമികയും രേവതിയൊക്കെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് വല്യമ്മേ? കുറവുണ്ടല്ലേ? വല്യമ്മ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എത്ര വഴിപാടുകൾ നേർന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല.
അമ്പലത്തിൽ പോയപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേ ഇന്നും രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്, വല്യമ്മയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി. അതേസമയം ഇവിടെ ഓരോരുത്തരൊക്കെ വഴിപാട് നേർന്നിരിക്കുകയായിരുന്നു വല്യമ്മ ചാകണേന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അനാമിക. അപ്പം ഉടനെ ദേവയാനി പറയാണ്, എനിക്കറിയാം മോളെ, നിൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. നീ അങ്ങനെ വിചാരിക്കുള്ളെന്നറിയാം. പക്ഷേ എൻ്റെ മരുമകളെന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി ഇത് ചെയ്തത്. അതൊക്കെ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? അവളെന്നിട്ട് ഒട്ടിച്ചേർന്നിരിക്കുക എൻ്റെ കൂടെ എന്നെ ബോധിപ്പിക്കാൻ. എന്തിന്? എനിക്കെല്ലാവരെയും നന്നായിട്ട് അറിയാം മോളെ എന്ന് പറയുക. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കും അതുപോലെ ജാനകിക്കും ജലജയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ് കേട്ടോ. ദേവയാനി വീണ്ടും അവരുടെ ട്രാക്കിലേക്ക് വന്നല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അകത്തേക്ക് അനാമിക കയ്യിലൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി റൂമിൽ കൊണ്ടാക്കുന്നൊക്കെയുണ്ട് ദേവയാനി. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ദേവയാനി, എന്താ പറ്റിയത്? അന്നാ പാല് നീ മനഃപൂർവ്വം എടുത്ത് കുടിച്ചതല്ലേ? അന്ന് എനിക്ക് ക്ഷീണമായതുകൊണ്ട് എന്നോട് ചെയ്യട്ടൻ പാല് കുടിക്കാൻ പറഞ്ഞപ്പം ഞാനത് എടുത്ത് കുടിച്ചതാണ്. അതിലവൾ ആ പണി ചെയ്ത് വെക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. അപ്പോൾ മുത്തശ്ശൻ പറയാം, ആരെന്ത് പണി ചെയ്ത് വെച്ചെന്നാ ദേവയാനി നീ പറയുന്നത്? ആ പാലെടുത്ത് കാച്ചി വെച്ചത് ആരാ എന്ന് അച്ഛൻ അറിയില്ലേ? നയന. നയനയാണ് ഈ പണി ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ ആരാണ് ആ പാലിൽ വിഷം ചേർക്കുന്നത്? എനിക്ക് ക്ഷീണമായതുകൊണ്ട് പാല് കുടിക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അവൾ, അതാണ് അത് ഈ വിഷം ചേർത്തത്. അതോ ഇനി അവിടെ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനാണോന്നും അറിയില്ല, അത്രക്കാരിയല്ലേ അവൾ എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയാണ്, അങ്ങനെയൊന്നും പറയരുത് ദേവയാനി, നീ ഒന്നും കാണാതെയും കേൾക്കാതെയും ഒരു കാര്യങ്ങളും സംസാരിക്കരുത്. ഇവിടെ വേറെ പലരും ഒക്കെ ഉണ്ട്, ആരാണത് ചെയ്തതെന്ന് നമുക്കാർക്കും അറിയില്ല. അതെന്തെങ്കിലും ഒരു തെളിവുണ്ടാവും, എന്തെങ്കിലും ഒരു തെളിയും, അല്ലാതെ ഇങ്ങനെ ഒരാളെ വെറുതെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഒരു ദിവസം എല്ലാവരും കൂടി ഇരിക്കുമ്പോഴേക്കും നയന ചായയായിട്ട് വരികയാണ് കേട്ടോ. നയന ചായയായിട്ട് വരുമ്പോഴേക്കും ദേവയാനി അത് നേരെ അമ്മേ ചായ എന്ന് പറയുമ്പോഴേ ദേവയാനി അത് ഒറ്റ തട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചാടി എണീക്കുകയാണ്. എന്നിട്ട് പറയണേ, എടി എന്താടി ചായയെ കലക്കിയിരിക്കുന്നത്? വിഷമാണോ അതോ വേറെന്തെങ്കിലും ആണോ? എൻ്റെ ജീവൻ പോകാനുള്ളതാണോ അതോ ഞാൻ വേദന തിന്നാനുള്ളതാണോ? എന്താടി നീ കലക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ രേവതി അനാമികയും കൂടെ ചാടി എണീക്കുകയാണ്. ശരിയാ വല്യമ്മേ, സൂക്ഷിക്കണം, വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ ഒക്കെ കൊടുക്കണം ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം, എന്നിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അത്രയ്ക്ക് ദുഷ്ടയാ ഇവള് എന്ന് പറയുകയാണ് കേട്ടോ. അതെ മോളെ, അതെ, എനിക്കറിയാം, ഇവള് കഴിക്കുന്നത്, ഇവളുണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ പട്ടി പോലും കഴിക്കില്ല എന്ന് ദേവയാനി പറയുമ്പം മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വരികയാണ്. മുത്തശ്ശൻ ചാടി എണീറ്റിട്ട് പറയാണ്, ദേവയാനി എന്താ നീ തോളുന്നത്? ഞാൻ 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നു, നീ നയനമോളെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. നിൻ്റെ ജീവൻ ഇങ്ങനെ നിൽക്കാവുന്ന കാരണം തന്നെ നയനമോളാണ്. പാലിൽ ആരാണ് വിഷം ചേർത്തതെന്നുള്ളത് നീ കണ്ടോ? ഇവിടെ ആരെങ്കിലും കണ്ടോ? കണ്ടില്ലല്ലോ. ചേർത്തവരായാലും അവർക്കറിയാം ഇതാരാ ചെയ്തതെന്ന്. പക്ഷേ നയനമോളായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. വേറെ ആരോ ഈ ചതി ഇവിടെ ചെയ്തിട്ടുണ്ട്, അതെന്നായാലും തെളിയുക തന്നെ ചെയ്യും. അതുവരെ ദേവയാനി നീ ക്ഷമിക്കണം. പിന്നെ നിൻ്റെ ആയുസറ്റ് കിടന്നപ്പോഴേക്കും നിനക്ക് വേണ്ടിയിട്ട് രക്തം തന്നത് ആരാണെന്ന് നിനക്കറിയാവോ? പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും രക്തം കിട്ടാതിരുന്നപ്പോൾ ഈ അനാമികയോട് ചോദിച്ചു. അവൾക്ക് പറ്റില്ല, അവളുടെ രക്തം ആർക്കും കൊടുക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് തീർത്ത് പറയുകയാണ് ചെയ്തത്. നയന ആരോഗ്യസ്ഥിതി മോശമായിട്ടും നയനയാണ് നിനക്ക് രക്തം തന്നത്. അവളുടെ ജീവൻ പോയാലും അമ്മ രക്ഷപ്പെടണമെന്നേ അവൾ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് നീ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് നീ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്